വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. റവയും കുറച്ച് വെജിറ്റബിൾസും സോയയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. വറുത്ത റവയാണിത്. ഒരു 1.5 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവില്ലാത്തതാണ്. കുറച്ച് സോയ അത് കുതിർത്തെടുത്തതാണ്. പിന്നെ ഇഞ്ചി, കുറച്ച് ബീൻസ്, കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു തക്കാളിയുടെ പകുതിയാണ് ഇത് കട്ട് ചെയ്തത്, അതും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 8 അണ്ടിപ്പരിപ്പുണ്ട്, കുറച്ച് കടല, കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് പൊട്ടുകടല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പുമാവ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഉഴുന്ന് പരിപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അടുത്തതെല്ലാം ഇട്ട് കൊടുക്കാം, ഓരോന്നോരോന്നായിട്ട്. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോയയാണ് ഇട്ട് കൊടുക്കുന്നത്. സോയ അത് കുതിർത്തെടുത്തതാണ്. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് കുതിർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി എല്ലാ വെജിറ്റബിൾസും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ നല്ല കുഴഞ്ഞ പരുവത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഡ്രൈ ആയിട്ടാണ് എടുക്കണമെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, കൂട്ടി വെക്കരുത്. കുഴഞ്ഞ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മല്ലിയില, തേങ്ങയും ഇട്ട് കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. വെജിറ്റബിൾസും സോയ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി വെജിറ്റബിൾസും സോയയും അതേപോലെ നട്ട്സും എല്ലാം ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ ഒരു പരുവത്തിന് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത്രയും അങ്ങ് ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ ഒന്ന് കുഴഞ്ഞ പരുവത്തിലെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റും. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.